ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ഡേ ഔട്ട് ടു കൊച്ചി. ഇന്നിപ്പോൾ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും പിന്നെ സുബിനും കൂടി പുറപ്പെടുകയാണ് കേട്ടോ. ട്രെയിൻ കയറി നമ്മൾ കൊച്ചി ഒന്ന് കറങ്ങാനാണ് പ്ലാൻ. അപ്പൊ രാവിലെ ഇറങ്ങുന്നുണ്ട്, ഇന്ന് ഫുൾ അങ്ങോട്ട് കറക്കാൻ തന്നെ. അപ്പൊ പിന്നെ പോവല്ലേ. ട്രെയിൻ ജേർണി എനിക്ക് എന്നും നൊസ്റ്റാൾജിക് ആണ് കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം വരുമ്പോ എന്തായാലും കയറണമെന്ന് തീരുമാനിച്ചായിരുന്നു. കൊച്ചി വാട്ടർ മെട്രോ വന്നതിന് ശേഷം നമ്മൾ ആരും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇന്ന് അങ്ങോട്ടേക്കായിരിക്കും ഫസ്റ്റ് പോകുന്നുണ്ടാവുക. അതിനുശേഷം മോളും ഫോർട്ട് കൊച്ചിയും ഒക്കെ ഒന്ന് കറങ്ങിയിട്ട് ഒരു തിരിച്ചു വരവുള്ളൂ കേട്ടോ. ഞാൻ ഗൈസ് എന്റെ പുതിയ ഹെയർ സ്റ്റൈല് എങ്ങനെയുണ്ട് എന്നുള്ളൊരു ഒബ്സർവേഷനിലാണ് കേട്ടോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അനിയത്തിന്റെ ടീഷർട്ട് അടിച്ചു മാറ്റി ഇട്ടേക്കുവാണ്. അപ്പൊ മൊത്തത്തിലൊരു കൊറിയൻ സ്റ്റൈൽ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇവരെല്ലാം നല്ല രീതിയിൽ തന്നെ ഊക്കുന്നുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല, എന്റെ കൂടെ 2 പൂക്കികളൂടെ ഉള്ളത് കൊണ്ട് കോമ്പൻസേറ്റ് ആയി പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി കൊച്ചിയിൽ എത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരെയും കൊക്കപ്പുഴു എണ്ണീറ്റിട്ടുണ്ട്. അപ്പൊ അതിനൊന്ന് ചെറിയ മോർണിംഗ് സ്നാക്സ് കൊടുത്തിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിന്റെ ഇടയിൽ അനിയത്തിയുടെ കുറച്ച് എസ്തെറ്റിക് ഷോട്ട്സും ഉണ്ട്. ഇന്ന് നമ്മൾ അമ്മയ്ക്ക് ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ആണ് കേട്ടോ. കാരണം ഇവിടെ കണ്ടില്ലേ, ഞാൻ ഇറന്നുകൊണ്ടിരിക്കുന്നത് എന്റെ ഇന്റർനാഷണൽ കാർഡ് എവിടെയും വർക്ക് ആവണില്ല ഗൈസ്. അപ്പൊ പിന്നെ ഇന്നത്തെ നമ്മുടെ വേൾഡ് ബാങ്ക് അമ്മയാണ് കേട്ടോ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം എന്താ, ഒരു ഓട്ടോയും കത്തി 5 എണ്ണത്തിനോട് കൊത്തി നിറച്ചിട്ട് നമ്മൾ എയറിലിരുന്ന് പോവാണ് കേട്ടോ. വ്യൂ കണ്ടതൊരു നടത്തം പാസ്സാക്കാനായിട്ട് നമ്മൾ മറൈൻ ഡ്രൈവിലാണ് ഇറങ്ങിയത് കേട്ടോ. പിന്നെ ഈ നട്ടപ്പറ വെയിലത്തൊരു ബാഡ് ഐഡിയ ആയിരുന്നു എന്ന് പിന്നെ തോന്നി. ഇനി ഇവിടുത്തെ പരിപാടികൾ ഭയങ്കര സിമ്പിൾ ആണ് കേട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ 40 രൂപയുടെ ടിക്കറ്റ് എടുത്തിട്ട് ടാപ്പ് ഇൻ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. കാരണം നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു ബോട്ട് പോയിണ്ടായിരുന്നു. ഇനി ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്താലാണ് അടുത്തത് വരിക. അപ്പോൾ അവിടെ കഥയൊക്കെ പറഞ്ഞിരുന്നപ്പോഴത്തേക്കും അടുത്ത സംഭവം റെഡിയായി. പിന്നെ ക്യൂര് നിന്നു. പിന്നെ ഒരു സംഭവം എന്താ വെച്ചാൽ, ഈ ബോട്ട് കപ്പാസിറ്റി 50 to 100 പാസഞ്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ ലിമിറ്റിൽ മാത്രമേ ആൾക്കാരെ കയറ്റി വിട്ടുള്ളൂ കേട്ടോ. നമ്മൾ പിന്നെ മറ്റേത് മിസ് ആയതുകൊണ്ട് ആദ്യം തന്നെ പോയിരുന്നു. അതുകൊണ്ട് ഫസ്റ്റ് തന്നെ കയറാൻ പറ്റും. ഹലോ ഗൈസ് നമ്മൾ എവിടെ പോകുന്നത്? ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിൽ എവിടെയാണ്? ഹലോ ചേച്ചി, എവിടെ നമ്മൾ പോകുന്നത്? അമ്മാവൻ എന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അമ്മാവൻ വലിയ കാര്യമായി എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 2 പോക്കീസ് മീറ്റ് അവർ പോക്കീസ് ഭീഷണിപ്പെടുത്തി. അമ്മ ഇതൊക്കെ ഞാൻ ഇട്ടിട്ടാ. ഞങ്ങളിപ്പോൾ ആലപ്പുഴയിൽ നിന്ന് എറണാകുളത്തേക്ക് ഫോർട്ട് കൊച്ചി പോകാനായിട്ട് നോക്കും. അമ്മയെ നോക്കും. അമ്മ ഇതിന് പോസ് ചെയ്തിരിക്കുന്നതായിട്ട് വാ നിറച്ച് പല്ല്. ഞാനിതിനുള്ളിൽ കയറാൻ വെയിറ്റ് ചെയ്തിരുന്ന ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ എന്നുള്ള ഒരു മൈൻഡിൽ മാത്രമായിരുന്നു കേട്ടോ. പക്ഷെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ സെറ്റപ്പും പരിപാടികളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ആദ്യമായിട്ടാണല്ലോ ഞാൻ കയറുന്നത്. പിന്നെ അവിടെ നിന്നുള്ള വ്യൂവും. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ കൊച്ചിയിൽ ജേർണി നടത്തിയിട്ടുള്ളത് നമ്മുടെ ജങ്കാറൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഒരു ഫീൽ വ്യത്യസ്തമാണല്ലോ. കാരണം ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസ് അല്ല, ഓപ്പൺ സ്പേസ് ആണ്. അപ്പൊ അത് വേറെ ഫീലാണ്. പക്ഷെ ഇത് ഇത്രയും ഒരു ടെക്നോളജിക്കൽ ആയിട്ടുള്ള സംഭവം ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ഹൈ സ്റ്റാൻഡേർഡ്. എനിക്ക് ഭയങ്കര കംഫർട്ടിങ്. നമ്മൾ ചുട്ടുപൊരിഞ്ഞ വെയിലത്ത് ഒരു 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ഉള്ളിൽ കയറി ഇന്ന് പോയാലും വലിയ നഷ്ടമൊന്നും വരാനില്ല. ഫാമിലിയും ഫ്രണ്ട്സുമായിട്ടൊക്കെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ അടിപൊളി സാധനം. സംഭവം ഇത്ര അടിപൊളിയാന്നൊക്കെ അറിയാമെങ്കിലും എനിക്ക് അത്ര കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. ഈ അടിപൊളി വ്യൂസ് കാണാനുള്ള എക്സൈറ്റ്മെന്റ് ആയിരിക്കുമ്പോഴാണ് എന്റെ അപ്പുറത്ത് വന്നിരുന്നുണ്ടായിരുന്ന ഒരു ആന്റി ബാംഗ്ലൂരിൽ നിന്ന് സോളോ ട്രിപ്പ് അടിച്ചു വന്നതാണ്. കഥകളൊക്കെ കേട്ട് ഞാൻ ഭയങ്കര ഇൻസ്പയർഡ് ആയി. വന്നിറങ്ങിയപ്പോൾ തന്നെ ആദ്യം എന്നെ കണ്ടുപോയത് സീ ഫുഡിലേക്കാണ് കേട്ടോ. കാരണം ഇത്രയും മീനും ഇതൊക്കെ ഒരുമിച്ച് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എല്ലാം കൂടെ വാരിക്കൂട്ടി കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഫാമിലി ആയിട്ടൊക്കെ ഉള്ള ഒരു അടിപൊളി സ്ഥലത്ത് തന്നെ ഫുഡ് ആവാന്ന് വെച്ചിട്ട് കൺട്രോൾ ചെയ്തിരിക്കുകയായിരുന്നു. പിന്നെയാണ് ഈ ചീനവല, ഇതിനെന്താ ചൈന നെറ്റോ അങ്ങനെ എന്തോ അല്ലേ പറയാം. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് ഇത് പൊക്കണം താക്കണം പ്രോസസ്സ് കാണുന്നത് കേട്ടോ. ഇത്രയും നാൾ ഇവിടെ വന്നിട്ടും പ്രോപ്പർ ആയിട്ട് ഇതിന്റെ ഒരു വ്യൂ കാണാൻ പറ്റത് ഉള്ള ഭാഗ്യം ഉണ്ടായത് ഇപ്പോഴാണ്. കൊച്ചിയിൽ എത്ര വട്ടം വന്നിട്ട് കറങ്ങി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇവിടുത്തെ ഒരു കംപ്ലീറ്റ് എക്സ്പ്ലോറേഷൻ നടത്തിയതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ ഇതുവരെ. ഇപ്പോഴും എന്തൊക്കെയോ ബാക്കി വെച്ചിട്ട് വരുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നത്. നമ്മൾ അതുവഴിയൊക്കെ കറങ്ങി നടന്ന് അവിടുത്തെ ഒരു എസ്തെറ്റിക്സും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്തിട്ട് ഫുഡ് അടിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ. ശരിക്കും നമ്മൾ ഈ ഫ്രണ്ട്സായിട്ടും ഒറ്റയ്ക്കായിട്ടും പിന്നെ ഫാമിലി ആയിട്ട് പോകുമ്പോഴും ഉള്ള ഒരു വ്യത്യാസം ഭയങ്കര വലിയൊരു ഡിഫറൻസ് അല്ലേ. നമുക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് പ്രത്യേകിച്ച് ഒന്നിനെയും കുറിച്ച് ഡബിൾ തിങ്ക് ചെയ്യാതെ ആണ് ഞാൻ പ്രോപ്പർലി ട്രാവൽ ചെയ്യാറും പുറത്ത് ഔട്ടിങ് പോകുന്നതും ഒക്കെ. ഇത് ഫാമിലി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും പ്ലീസിങ് ആവോ, എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്പോട്ട് കണ്ടുപിടിക്കാൻ ഇത്രയും അധികം ഞാൻ ലൈഫ് ഇതുവരെ സ്ട്രഗിൾ ചെയ്തിട്ടില്ല. കൊച്ചിയിൽ ഒരുപാട് ഫുഡ് സ്പോട്ട് എനിക്കറിയാവുന്നത് നമ്മുടെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒന്നും ചൂസ് ചെയ്യാനുള്ള
എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ നമ്മൾ നടന്ന് എല്ലാവർക്കും ആംബിയൻസും വൈബും എല്ലാം കൂടെ സെറ്റ് ആയത് എത്തിപ്പെട്ടത് നമ്മൾ കേരള കഫേയിലാണ് കേട്ടോ. പിന്നെ അവിടെ വന്നിട്ട് എനിക്ക് പേഴ്സണലി ഡെഫിനറ്റ്ലി നാടൻ ഫുഡ് തന്നെയായിരുന്നു എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം അത് കഴിക്കാനാണല്ലോ നമ്മൾ നാട്ടിലേക്ക് തന്നെ വരുന്നത്. അപ്പോൾ ഞാൻ നല്ല അടിപൊളി ഊണും കുറച്ച് ഫിഷും സീ ഫുഡിൻ്റെ സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ വാങ്ങി. ഓരോരുത്തർക്കും അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചത് നമ്മൾ അടിപൊളിയായി ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞു മനസ്സ് നിറഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ട് നടക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിലാണ് കേട്ടോ. ഒരു കട്ടിൽ കിട്ടിയ സുഖമായി കിടന്നുറക്കാം, അമ്മാതിരി ഫുള്ളായിട്ട്. പക്ഷേ ഗൈസ് ഇതിനുള്ള ഒരു ചാൻസ് നമ്മൾ കാണുന്നില്ല. കാരണം രാവിലെ തൊട്ട് അച്ഛൻ കിടന്ന് ധൃതി പിടിച്ച് സ്ഥലങ്ങളൊക്കെ കണ്ടു തീർക്കാൻ ശ്രമിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫോറം മാൾ പോകാനാണ്. ആൾക്ക് കുറച്ചുകൂടെ ഇപ്പൊ അങ്ങനത്തെ വൈബൊക്കെയാണ് ഇഷ്ടം തോന്നുന്നു കേട്ടോ. അവിടെ പോയി ഫുഡ് അടിക്കാനും ചില്ലടിക്കാനും കുറെ ഷോപ്പിംഗ് കാര്യങ്ങൾ അങ്ങനത്തെ ഒരു മൈൻഡാണ് ആൾക്ക്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ലേറ്റ് ആവുന്നതിന് മുമ്പേ ഓട്ടത്തിൽ നമ്മൾ ഫോറം മാളിലേക്ക് പോവാണ്. നമ്മൾ മെട്രോ എടുത്തു, ബസ് എടുത്തു, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവസാനം ഓട്ടോ വരെ പിടിച്ചിട്ടാണ് നമ്മൾ ഫോറം മാൾ എത്തിയേക്കുന്നത് കേട്ടോ. എന്ത് പറ്റും മോളി? ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും അച്ഛനൊരു എക്സ്ട്രാ ബാറ്ററി കിട്ടിയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. ഫുൾ പവർ. ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ കയറി അവിടുന്ന് കിട്ടാനൊക്കെ വാരി എടുത്തു. എല്ലാവരും ചറവറ ഷോപ്പിംഗ്. ഇവിടെ എത്തിയപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. കാരണം ഞാൻ ഫുള്ള് നിൽക്കുന്നത് പഴവും പയറും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളിലാണെങ്കിൽ ഇവരുടെയൊക്കെ ഫുള്ള് ഫോക്കസ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി, റാസ്ബെറി, പിസ്താഷ്യോ ഇങ്ങനത്തെ കുറെ ഫോറിൻ ഐറ്റംസിലാണ്. അപ്പൊ എനിക്ക് കറക്റ്റായി മനസ്സിലായി. കാരണം നമ്മളിത് കണ്ട് മടുത്തിട്ട് നാട്ടിൽ വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം. കുറെ സാധനങ്ങൾ കാണുമ്പോഴത്തേക്കിനും ഇതൊക്കെ തിന്നാ, ഇവൻ പച്ചക്കറികളാണെങ്കിൽ പോലും തിന്നാനുള്ള ഭയങ്കര കൊതിയായിരുന്നു. എല്ലാം ട്രൈ ചെയ്യാനായിട്ട് അങ്ങോട്ട് തോന്നുമായിരുന്നു. നമുക്ക് ഇതില് ബ്ലോഗ് ചെയ്യാം. ഫ്ലോറൻ മാൾ അമ്മയോട് നോക്ക്. അമ്മ ചിരിക്കണ്ട, സംസാരിക്കേ. നമ്മളിപ്പോ എവിടാ? നമ്മളിപ്പോ എവിടാ? ഫോറം മാളിലാണ്. അയ്യോ, നമ്മുടെ കൂടെ ഒന്നവരുടെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച ഫുഡിന്റെ കാര്യമൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറച്ച് ഫോക്കസ് ചെയ്യുന്നത് ഡെസേർട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അച്ഛൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് ഷുഗർ ക്രേവിങ്സ് കൂടിയിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്കിനി പിടുത്തം പിടിക്കണം. പക്ഷേ ഇപ്രാവശ്യം ഞാൻ വെറുതെ ഇടാം അല്ലേ. ആക്ച്വലി ഇന്ന് നമുക്കൊരു ടോട്ടെ കേക്കിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഫാമിലിക്ക് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് നടന്നില്ല. അത് നമ്മൾ വേറെ ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കാണ്, പ്രോബബ്ലി നാളെ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഒരു 3-in-1 ടോട്ടെ വാങ്ങിച്ചവർക്കും ട്രൈ ചെയ്യാൻ കൊടുക്കാന്ന്. അത് ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഒരു ചീസ് കേക്ക് വാങ്ങിച്ചു. ഞാൻ റീസെന്റ് ആയിട്ട് ചീസ് കേക്കിന് ഒരു അഡിക്ഷൻ ആവുന്നുണ്ടോ എന്നൊരു സംശയം. ഇവിടെ വെച്ച് വേറൊരു സാധനം കമ്പോച്ച, ഈ സംഭവം കണ്ടിട്ടോ. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എനിക്കത് വലിയ അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല. അതിന് മുന്നേ എൻ്റെ അനിയത്തി പറയുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ സാധനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നത്. പക്ഷേ അച്ഛനത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അവിടെ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഫ്ലേവറും ഓരോന്നങ്ങോട്ട് വാരിയിട്ടിട്ട് കേട്ടോ. പിന്നെ അച്ഛന് പിസ്സ എന്നാ ഒരു മൂഡ് വന്നപ്പോഴത്തേക്കും അതും വാങ്ങിയിട്ട് നമ്മൾ ഡോമിനോസിൽ നിന്നാണ് വാങ്ങിച്ചത്. നോർമലി എനിക്ക് അത്ര വലിയ താല്പര്യത്തെ സാധനമാണ്, പക്ഷേ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ആളുടെ മെയിൻ ആയിട്ടുള്ള അഡിക്റ്റഡ് ആയിട്ടുള്ള സാധനം ഫലൂദാസ്. അപ്പോൾ അതും കുറച്ച് നമ്മൾ വാങ്ങിച്ച് എല്ലാ ആഗ്രഹങ്ങളും അങ്ങോട്ട് സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അമ്മോ, ഇതെല്ലാം കൂടെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് അവസാനിച്ചിരിക്കുമ്പോഴാണ് എൻ്റെ അനിയത്തി KFC വാങ്ങിയിട്ട് വരുന്നത്. അവളുടെ ഒരു ഒടുക്കത്തെ ട്രീറ്റ്. അനാവശ്യ സമയത്ത് ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യുന്നതിൽ അവർക്ക് എന്തോ പ്രത്യേക ഇൻട്രസ്റ്റ് ആണെന്ന് തോന്നുന്നു. കഴിച്ച് ഒട്ടും പറ്റാൻ നമ്മൾ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയിരിക്കുകയാണ് കേട്ടോ. പിന്നെ എനിക്ക് ഇവിടുത്തെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം എടുത്ത ടോയ്ലറ്റാണ്. നല്ല രസമുണ്ട്. ഐ മീൻ മിററും കാര്യങ്ങളൊക്കെ ആയിട്ട് പക്ക ഒരു കുറച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലം. അതുകൊണ്ട് എനിക്ക് കുഴപ്പമുണ്ടായില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. വേറെ വഴിയില്ല. എനിക്കിതൊരു കൊളാബറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കേക്കിന് നമ്മൾ മാറ്റി വെച്ചു. ഇപ്പോൾ ഇത് വേറൊരു ഫുഡിന്റെ ഒരു ഡിന്നർ കഴിക്കാൻ പോകാൻ പറ്റിയ ഒരു സ്ഥലത്താണ്, പേരായിട്ടില്ല എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. എന്തായാലും ഫാമിലിനെയും കൊണ്ട് ഇങ്ങനത്തെ ഒരു കൊളാബ് വീഡിയോ ചെയ്യാൻ പോകണം എന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അവരൊന്ന് എക്സ്പീരിയൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവരെയും കൂടെ ഒന്ന് ഉൾപ്പെടുത്താലോ എന്നുള്ളൊരു മൈൻഡിൽ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ എത്തിയപ്പോഴാണ് കോമഡി. ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും ആകെ ചത്തിരിക്കുകയാണ്. ഈ ലൈഫിൽ ഇത്രയധികം ഫുഡ് കഴിച്ചൊരു ദിവസം ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഇവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും എൻ്റെ അച്ഛനും അമ്മയും ശരിക്കും ആകെ കിറങ്ങിപ്പോയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുന്ന 2-3 സാധനങ്ങൾ കഴിച്ചു ട്രൈ ചെയ്തു. നമ്മൾ പിന്നെ കുറച്ച് വീഡിയോസും എടുത്തിട്ട് നമ്മൾ അവിടുന്ന് പരിപാടി അവസാനിപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ പേങ്ങൻകുട്ടൻ, എൻ്റെ +2 ആയിട്ടുള്ള എൻ്റെ നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ് കേട്ടോ, അനു പേങ്ങൻ എന്നാണ് നമ്മൾ വിളിക്കുക. ആളിപ്പോൾ നമ്മളെ കാണാനായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് പോയതിന് ശേഷം അവനെ ആയിട്ട് കോൺടാക്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ ഒരു കലിപ്പ് അവന് നന്നായിട്ടുണ്ട്. അതുപോലെ അവന് എന്താ പറയുക, ഒരു ഓഫീസറൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലോട്ട് വരുന്നില്ല എന്നുള്ള ഭയങ്കര പരാതി അമ്മയ്ക്കും ഉണ്ട്. അപ്പോൾ ഈ പരാതികളെല്ലാം നമ്മൾ ഈ ഒത്തുകൂടലിൽ മാറ്റാന്നുള്ള മൈൻഡിലാണ്. പേങ്ങനെ കണ്ട് കുറച്ചു നേരം കഥയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അച്ഛനും അമ്മയും അനിയത്തിയും സുബിനെയും കൂടെ വണ്ടി കയറ്റി വിടുകയാണ് കേട്ടോ. നമ്മളിന്ന് കൊച്ചിയിൽ തന്നെ ഉണ്ടാവും. നമുക്കിനി അടുത്ത ഫ്രണ്ട്സിനൊക്കെ കാണാനുണ്ട് ഇന്നും നാളെയും കൂടെ ആയിട്ട്. അപ്പോൾ അവരെയൊക്കെ സേഫായിട്ട് വണ്ടി കയറ്റി വിട്ടിട്ട് നമ്മൾ നേരെ എയർപോർട്ടിലേക്ക് വിട്ടു. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് മണാലിയിൽ നിന്ന് ഒരുത്ത് എന്താ ഫ്ലൈറ്റും പിടിച്ച് കൊച്ചിയിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവനെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അബിക്കുട്ടനെയും പിക്ക് ചെയ്ത് നമ്മളത് നേരെ ഫുഡ് കഴിക്കാൻ പോകണം കേട്ടോ. വേറെ കാര്യം എന്തുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ടിലെത്തി അടിപൊളിയായിട്ട് ആ മീറ്റിംഗിന്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഞാനും അബിയും ഭയങ്കരമായിട്ട് പ്ലാൻ ചെയ്താണ് കേട്ടോ. പക്ഷേ നമ്മുടെ പാർക്കിംഗ് ദേവത ചതിച്ചു. നമുക്ക് അറിയാലോ, എയർപോർട്ടിന്റെ ഫ്രണ്ടിൽ നമുക്ക് പാർക്കിംഗ് അധികം പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ആ വിഷമം മാറ്റാനായിട്ട് അബിയുടെ സജഷനിൽ തന്നെ നമ്മൾ പാതിരാക്കോഴി പോയിട്ട് അടിപൊളി ഫുഡ് കഴിക്കണം കേട്ടോ. എൻ്റെ അമ്മോ, ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എൻ്റെ വേറെ ഇത്രയും കപ്പാസിറ്റി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു ദിവസമാണ് കേട്ടോ. കാരണം ഈ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് ഒരു സോഡ സർബത്ത് കുടിച്ചു, ഉപ്പ്
ഉപ്പ് സോഡ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. അപ്പോൾ അതെനിക്ക് ട്രൈ ചെയ്യാതിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ കൊച്ചിയിൽ ഇങ്ങനെ വന്ന് ഉപ്പ് സോഡ, ബൂസ്റ്റ് കുലുക്കി ഇതൊക്കെ കുടിച്ച് ഭയങ്കര ഒരു ഓർമ്മകളുമാണ്. അപ്പം ഭയങ്കര നൊസ്റ്റാൾജി ഇറക്കിയിട്ട് ഇവർക്കൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞാനൊരു സ്റ്റേ എടുത്തിട്ട് ഇവിടെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നാളെ നമുക്ക് കണ്ടു തീർക്കാനുള്ളവരുടെ ഒരു നീണ്ട ലിസ്റ്റ് ഉണ്ട് കേട്ടോ. ആണെങ്കിൽ ഇന്ന് രാത്രി തന്നെ നമുക്ക് അടുത്ത സിറ്റിയിലൊക്കെ പോയിട്ട് കുറച്ച് അവൈലബിൾ ആയിട്ടുള്ളവരെയൊക്കെ ഒന്ന് കണ്ട് ഒരു ഹൈ ബൈ പറയണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയത്തില്ല. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ നാളെ പറയാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇവിടെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം. കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാൻ റെഡിയാണോ? എന്നാൽ പിന്നെ കൂടെ മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒട്ടും മറക്കണ്ട. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.